ഗൈസ്, അപ്പോൾ കുറേ നാളായി നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി, അതുകൊണ്ട് ഇടാൻ പറ്റാതെ. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ മോഡ് ചെയ്ത വണ്ടികളാണ്. ഇതൊക്കെ സ്പെഷ്യലി നമ്മൾ മോഡ് ചെയ്ത വണ്ടികളാണ്. അപ്പോൾ അതുപോലെ ഇന്നൊരു വണ്ടി സ്പെഷ്യലായിട്ട് മോഡ് ചെയ്യാൻ പോവുകയാണ്. അതായത് വേറെ ഒന്നുമില്ല, അതാ ഈ ഫോട്ടോയെ കാണണല്ലേ, ഈ ഫോട്ടോയെ കാണുന്ന വാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഷാജി പാപ്പൻ്റെ വാൻ, അതായത് ഷാജി പാപ്പൻ്റെ ടീംസിൻ്റെ വാനില്ലേ, അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആഡ് 2-ലും ആഡ് 1-ലും ഉണ്ടായിരുന്ന വണ്ടിയാണിത്. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി നമ്മുടെ വാൻ റെഡിയാക്കലാണ്. ആൾറെഡി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഷോക്കേസിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടി. അപ്പോൾ നമുക്ക് ഈ വണ്ടി അവിടെ നിന്ന് തൂക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വണ്ടിയെ തൂക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇരയായിട്ടുള്ള വണ്ടി നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല ഡീറ്റെയിലും കാര്യങ്ങളുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഫുള്ളി ചേഞ്ച് ചെയ്യണം. അതായത് കളർ ചേഞ്ചും ബാക്കി പരിപാടിയെല്ലാം നമുക്ക് എക്സാക്റ്റ് അതുപോലെ ആക്കി എടുക്കണം. ബാക്കായാലും വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് ആയാലും നമുക്കെല്ലാം പക്കയാക്കി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയെ പാച്ച് വാച്ചാക്കുള്ള പരിപാടി, അതായത് മെയിനായിട്ട് നമുക്ക് വേണ്ടി പാച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഫൈനലി നമ്മൾ പാർട്സ് ആക്കിയിട്ടുണ്ട്. എല്ലാം പാർട്സ് ആക്കി നമ്മൾ സെപ്പറേറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പിന്നെ പെയിൻ്റ് ആണ്. അപ്പോൾ ഇത് പെയിൻറ് ചെയ്യാനാണ് നെക്സ്റ്റ് പരിപാടി. അപ്പോൾ ഇത് പെയിൻറ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോഴെന്ന് പറയുമ്പോൾ ഒരു ബ്ലൂ കളർ ഫാബ്രിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പെയിൻറ്റിംഗ് പ്രൊസീജിയറിന് മുന്നേ നമുക്ക് ഇതിൽ സ്റ്റിക്കർ ചെയ്യണം. സ്റ്റിക്കർ ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുമാതിരി പെയിൻറ് ചെയ്യുമ്പോൾ ഒരു പരിപരത്തെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ മാസ്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ പെയിൻറ്റ് മിക്സിംഗ് ആണ്. അതായത് നമ്മൾ ബ്ലൂ പെയിൻ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ ലൈറ്റ് ആയിട്ടുള്ള കളർ ചേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, ഷാജി പാപ്പൻ്റെ വാനിൽ അതേ കളർ സെറ്റ് ചെയ്യുന്ന മെയിൻ പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ പ്രൊസീജിയർ കാണാം. അപ്പോൾ ലൈറ്റ് ഷെയ്ഡാണ്, ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള പെയിൻ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡ് പെയിൻറ്റ് ചെയ്തു, അതുപോലെ തന്നെ വണ്ടിയുടെ ബാക്ക് പെയിൻറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് വാനിൻ്റെ ബോട്ടം പാനൽ നമ്മൾ ബ്ലൂ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടി ടോപ്പ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നു പറയുമ്പോൾ നമ്മൾ യെല്ലോ കളർ സ്പ്രേ പെയിൻറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഇല്ല, അത് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഡോർസ് നമ്മൾ എന്ത് ചെയ്ത് ഹാൻഡ് പെയിൻറ്റിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഡോറും 2 ഡോറും നമ്മൾ ഹാൻഡ് പെയിൻറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ട് ബമ്പർ നമ്മൾ ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് പെയിൻറ്റിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ബോഡി നമ്മൾ ബ്ലൂയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടിയുടെ ടോപ്പ് നമ്മൾ ഗ്ലോസി യെല്ലോയിലോട്ട് കൺവേർട്ട് ചെയ്തു. അതേപോലെ തന്നെ വണ്ടിയുടെ ഡോർസും ബമ്പേഴ്സും പെയിൻറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ ഈ പെയിൻറ്റ് ചെയ്ത പാർട്സൊക്കെ എന്ത് ചെയ്യണം, ഡ്രൈ ആവണം, അതായത് ഉണങ്ങണം. ഉണങ്ങിയാൽ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടോട്ടൽ നമുക്ക് 3 പാർട്ടായിട്ടാണ് നമ്മൾ ഈ പരിപാടി കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ ഈ വണ്ടിയുടെ ഫിറ്റിങ്സും പിന്നെ അതുപോലെ തന്നെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാലൻസ് പരിപാടി അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.